ഇനി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് പിന്നാലെ തെക്കേ അമേരിക്കൻ രാജ്യമായ ഇക്വഡോറിൽ സർക്കാർ ഉടമസ്ഥയിലുള്ള TV സ്റ്റുഡിയോയിലെ ഉള്ളിൽ അതിക്രമിച്ച് കയറി അക്രമകാരികൾ. ചാനലിന്റെ സ്റ്റുഡിയോ തോക്കുധാരികൾ പിടിച്ചെടുത്തു. മുഖം മൂടി ധരിച്ചെത്തിയ സംഘം TV സ്റ്റുഡിയോയിൽ പ്രവേശിക്കുന്നതിന്റെയും ജീവനക്കാരെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുന്നതിന്റെയും തത്സമയ ദൃശ്യങ്ങൾ പുറത്തുവന്നു. Deben ser los camarógrafos, ¿no? Pero ¿será que los ejecutan? അനഘ ചേരുന്നു. ഗുഡ് മോർണിംഗ് അനഘ. ഗുഡ് മോർണിംഗ് അനഘ, നമ്മുടെ ഒരു പ്രേക്ഷക സിന്ധു നേരത്തെ പറയായിരുന്നു മോത്തി സ്റ്റുഡിയോ ഫ്ലോറിന്റെ കഥകൊക്കെ കുറ്റിയിട്ടോ എന്നൊന്ന് നോക്കിയേക്കണേ എന്ന്. അങ്ങനെയൊന്നും ആരും നമ്മളെ പേടിപ്പിക്കൊന്നും വേണ്ട, ഇത് നമ്മുടെ നാടാണ് അല്ലേ അനഘ? അതെ മോത്തി, തൽക്കാലം നമുക്ക് നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലൊരു അവസ്ഥ ഉണ്ടാവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇത് നടന്നിരിക്കുന്നത് തെക്കേ അമേരിക്കൻ രാജ്യമായ ഇക്വഡോറിലാണ്. ഇക്വഡോർ എന്ന് പറയുന്ന രാജ്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അതായത് ലഹരി ഉപയോഗം വളരെയധികമുള്ളൊരു രാജ്യമാണ്. അതുപോലെ തന്നെ അക്രമ സംഭവങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് വളരെ രൂക്ഷമായുള്ളൊരു രാജ്യം കൂടിയാണ് ഇക്വഡോർ. അവിടെ അടുത്തിടെ പ്രസിഡന്റ് 2 മാസത്തെ അടിയന്തരാവസ്ഥയാണ് ഇതിനെ തുടർന്ന് പ്രഖ്യാപിച്ചത്. അതായത് രൂക്ഷമായ പ്രശ്നങ്ങൾ, അതായത് ഒരു കുപ്രസിദ്ധ കുറ്റവാളി അവിടുത്തെ ജയിൽ ചാടുന്ന ഒരവസ്ഥയുണ്ടായി. 7 പോലീസ് ഉദ്യോഗസ്ഥരെ തട്ടിക്കൊണ്ടു പോകുന്ന അവസ്ഥ. ഇത്തരത്തിൽ ഒരുപാട് അക്രമ സംഭവങ്ങൾ നടക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇതിനെ ഒന്ന് നിയന്ത്രിക്കുക എന്ന ഉദ്ദേശത്തിലാണ് പ്രസിഡന്റ് 2 മാസത്തെ അടിയന്തരാവസ്ഥ അവിടെ പ്രഖ്യാപിച്ചത്. പക്ഷേ ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു അതിക്രമം നടന്നത് അവിടുത്തെ ഒരു സർക്കാരിൻ്റെ തന്നെ ഉടമസ്ഥതയിലുള്ള ഒരു ടെലിവിഷൻ ചാനലിൻ്റെ ഓഫീസിലാണ്, സ്റ്റുഡിയോയിലാണ്. TC ടെലിവിഷൻ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ചാനലിലാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു ആയുധങ്ങളും ഏന്തിയ അക്രമ സംഘം പെട്ടെന്ന് ചാനലിലേക്ക് കടന്നു ചെല്ലുകയാണ്. ചെന്നിട്ട് അതേസമയം ഇതുപോലെ തത്സമയം ലൈവ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് സ്റ്റുഡിയോയ്ക്കകത്ത് കയറുകയും അവതാരകനെയും അതുപോലെ തന്നെ മറ്റ് ജീവനക്കാരെയും ഭീഷണിപ്പെടുത്തി ഇവരെ കൈകൾ ബന്ധിപ്പിച്ച് ഇവരെ തറയിൽ കടത്തി തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. മാത്രവുമല്ല, ഈ ദൃശ്യങ്ങൾ ഓണെയറായി സംപ്രേഷണം ചെയ്യാനും ഇവരെ നിർബന്ധിച്ചു. 15 മിനിറ്റുകൾക്ക് ശേഷം പൂർണ്ണമായും അവിടുത്തെ പ്രക്ഷേപണം നിലയ്ക്കുന്ന ഒരവസ്ഥയും ഉണ്ടായി. എന്തായാലും ആ രാജ്യത്തെ എത്രത്തോളം സുരക്ഷാ ഭീഷണി നിലനിൽക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഏറ്റവും ഒടുവിലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഈ ഒരു വലിയ അക്രമ സംഭവം. ഇതിന് പിന്നാലെ ഈ ചാനലിൻ്റെ ഹെഡായിട്ടുള്ളവർ അവർ തന്നെ പോസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് ഈ രാജ്യം വിടേണ്ട സമയമായി എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ തന്നെ അവിടുത്തെ ആളുകളുടെ അവസ്ഥ, പോലീസുകാർക്കും അല്ലെങ്കിൽ സൈന്യത്തിൽ ജോലി ചെയ്യുന്നവർക്ക് പോലും അവരെ പോലും ഭയപ്പെടുത്തുന്ന രീതിയിലാണ് അവിടുത്തെ സംഭവങ്ങൾ ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യുന്നത്. യൂണിവേഴ്സിറ്റികളിലും ആശുപത്രികളിലും അടക്കം എല്ലായിടത്തും ഇത്തരത്തിൽ മാഫിയ സംഘങ്ങൾ അല്ലെങ്കിൽ ക്രിമിനൽ സംഘങ്ങൾ അവരുടെ നായാട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രവുമല്ല, ഇത്തരത്തിലുള്ള 20 മാഫിയ സംഘങ്ങളെ തീവ്രവാദ സംഘടനകളായി പോലും പ്രഖ്യാപിക്കേണ്ട അത്രയും വലിയൊരു അവസ്ഥയാണ് ഇക്വഡോറിൽ സംഭവിച്ചിരിക്കുന്നത്. ഈ ചാനലിലുണ്ടായ അതിക്രമത്തിന് പിന്നാലെ അവിടുത്തെ ഉദ്യോഗസ്ഥരൊക്കെ ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാവരും സുരക്ഷിതരാണ്, അക്രമികളെ പിടികൂടിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒട്ടനവധി പുറത്തു വരാത്തതടക്കമുള്ള സംഭവങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം.